കണ്ടറിയും കേട്ട. ഹായ് ഗൈസ്, ജയസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഷിബു കലാം. എല്ലാവരും ഒരു വീഡിയോ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു വിഷ്വൽ ട്രീറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളകരി വേളൂരി. അതായത് വേളൂരി എന്ന് പറയുന്ന ഒരു മീനാണ്. ഈ മീൻ പേര് കേൾക്കുമ്പോൾ നമ്മളോർക്കും ഭയങ്കര കൊമ്പൻ വലിയ സ്രാവിൻ്റെ പേര് പോലൊക്കെ തോന്നും. പക്ഷേ വളരെ ചെറിയ ഒരു മീനാണ് ഞാൻ കാണിക്കുന്നത്. മുളകരി വേളൂരി. ഇവനെ ഇന്ന് നമ്മൾ മാങ്ങായിട്ട് നിങ്ങൾ കണ്ടില്ലേ, വേളൂരി മീനാണ്. ഞാനിപ്പം വെട്ടി നല്ല തേച്ച് കഴുകി മഞ്ഞളും നമസ്കാരം. ഇത് കണ്ടില്ലേ, മഞ്ഞളും മീനും പിന്നെ കണ്ട ഉപ്പ്, ഇതെല്ലാം കൂടെ ഞാൻ എടുത്തു വെച്ചേക്കാണ്. ഇനി ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അരിഞ്ഞ് ചേർക്കാനുണ്ട്. ഇത് നന്നായിട്ട് തേച്ച് കഴുകി ഉപ്പും മഞ്ഞളും ഇട്ട് അടുത്ത മസാലയൊക്കെ ചേർക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചേക്കാണ്. ഇപ്പം ഞാനിതിലേക്ക് കുറച്ച് കാന്താരി ഇട്ട്, കണ്ടോ, കാന്താരി, പിന്നെ മാങ്ങ, പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടെ ഞാൻ ചേർത്ത് വെച്ചേക്കുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് വേണ്ട ആവശ്യം ഇതിന് വേണ്ടുന്ന അരപ്പിനുള്ള സാധനങ്ങളാണ് ഇവിടെ വെച്ചേക്കുന്നത്. തേങ്ങ തിരുമിയത്, ഉള്ളി, ചെറിയ ഉള്ളിയാണ് ഇത്, സവോളയല്ല, പിന്നെ കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതുണ്ടോ ഇഞ്ചി, വെളുത്തുള്ളി, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടോ, മുളകരി. ഇത് മുളകരി ഇട്ടുള്ള മീൻകറിയാണ്. ഇതൊരു സ്പെഷ്യലാണ് കേട്ടോ. സാധാരണ മുളകരച്ച് അങ്ങനെയുള്ളതല്ല, മുളകരി ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇത് ഒരു സ്പെഷ്യൽ ഡിഷാണ്. ഇതുണ്ടോ, സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചേക്കാണ്. മുളകരി വേളൂരി, കണ്ടറിയും കേട്ടത്. പരിപാടിയിലേക്ക് കിടക്കാം. ഫ്രൈ പാൻ നല്ല ചൂടായി കിടക്കണം. നല്ല ശുദ്ധമായ പച്ച വെളിച്ചെണ്ണ എണ്ണയിലേക്ക് വെച്ച് നമ്മൾ കടുക് തളിക്കാൻ വേണ്ടിയാണ്. എണ്ണ നല്ല ചൂടായി കിടക്കണം. കടുക് ചെയ്യണം. ഉലുവായിട്ടാ. നിങ്ങൾ ശ്രദ്ധിച്ചോണം എന്തൊക്കെയാണ് മുളകരി വേളൂരിക്ക് വേണ്ടത്. ഉലുവായിട്ട് ഇത് മൂത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് പത്തില മുളക്, കാശ്മീരി മുളകാണ്. ഇത് എരിവ് നമുക്കറിയാൻ വേണ്ടാത്ത കാശ്മീരി മുളക് ഇട്ടു. കറിവേപ്പില, ഇഞ്ചി, തേങ്ങ, വെളുത്തുള്ളി, ചുവന്നുള്ളി, മുളകരിയാണ് സ്പെഷ്യൽ. കുറച്ച് മഞ്ഞപ്പൊടിയുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് അരച്ച് ഒരു സെമി ഗ്രേവി ടൈപ്പ് ഞാൻ എടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മുളകരി വേളൂരിയാണ് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത്. മുളകരി വേളൂരി. ഇതാ വേളൂരി മാങ്ങായി നല്ല വെന്ത് കിടക്കുകയാണ്. ഈ അരപ്പ് നമുക്കിതിലേക്ക് ചേർക്കാം. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ ഇതൊന്ന് മിക്സിയിലെ അരപ്പ് നമ്മൾ വേസ്റ്റ് ആക്കി കളയാൻ പാടില്ല. അതുകൊണ്ട് ഒരു ശകലം പച്ചവെള്ളം ഒഴിച്ച് അതിലേക്ക് ഇട്ടു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ തീ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. എന്താണെന്ന് പറഞ്ഞാൽ തേങ്ങ ആയിട്ടുള്ള കറികളൊക്കെ വെക്കുമ്പോൾ നമ്മളെപ്പോഴും തീ വളരെ ശ്രദ്ധിക്കണം. അത് കൂടി പോയി കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. പിന്നെ ഒന്നിനും കൊള്ളാതെ ചിലർ മോര് കറിയൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ചില കടകളിൽ ഹോട്ടൽസിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ കഴിക്കാൻ കയറുമ്പോൾ മോര് ഒരുമാതിരി പിരിഞ്ഞ് അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിളച്ച് വല്ലാതെ ഇവർ അടുപ്പിലിട്ട് തിളയ്ക്കുമ്പോൾ അത് ഈ തേങ്ങ ചേർന്നേക്കുന്നുള്ളത് അങ്ങനെ വരുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ തന്നെയല്ല ഈ സൈഡൊന്നും കാണാൻ ഈ നമ്മുടെ ചട്ടിയുടെ സൈഡ് എന്താണെങ്കിലും ഒരു വൃത്തി എന്ന് പറയുന്നത് നമുക്ക് വളരെ ആവശ്യമാണ്.
ഫുഡിൻ്റെ ഓരോ ഇത് കാണുമ്പോഴാണ് നമുക്ക് കഴിക്കാൻ തോന്നുന്നത്. ചിലർ അതിൻ്റെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ചില കടകളിൽ കണ്ടല്ലേ കളർ ചേർത്തിട്ടുള്ള ചിക്കൻ, പച്ച കളറുണ്ടാവും, ചുമല കളറുണ്ടാവും, അങ്ങനെ പല പല സാധനങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ആകർഷിച്ച സാധനം വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഭംഗി കണ്ടിട്ടാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ നാച്ചുറലായിട്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആ ചട്ടിയുടെ ഭാവങ്ങളും അതിൻ്റെ തവി അതായത് ഇതെല്ലാം ഒരു ലുക്കായിരിക്കണം. അവിടെ കളറല്ല നമുക്ക് പ്രധാനം. അപ്പോൾ ഇതേപോലുള്ള ഈ ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട്. ഈ തേങ്ങ ഇതാകുമ്പോൾ ചൂടാക്കരുത്, തിളപ്പിക്കരുത് എന്നൊക്കെ പഴയ കാരണവന്മാരൊക്കെ പറഞ്ഞ് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന സമയത്ത് നമുക്കതൊന്നും പറഞ്ഞു തരാറില്ല. കാരണം ഇതൊക്കെ ഒരു മോരുകറി ഒന്നും അങ്ങനെ അതൊരു വലിയൊരു സംഭവമായിട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഒന്നും എടുക്കാറില്ല. അപ്പം അമ്മമാർ പറയുന്നതും ഒക്കെ കേട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വറ്റലിൻ്റെ മുളകിൻ്റെ അരി കൊണ്ടാണ് ഞാനിത് റെഡിയാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞാൽ മഞ്ഞ കളറാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ മഞ്ഞളും തേങ്ങ അരച്ചുള്ള കറി കൂടാണ്. പക്ഷേ ഇതിനകത്ത് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് അരിയാണ്. പിന്നെ അതിൻ്റെ കൂടെ മുളകരി മാത്രമല്ല, അതിൻ്റെ കൂടെ കാന്താരി. ഞാൻ ഈ മുളകരി എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേക ഡിഷസ് ആയതുകൊണ്ടാണ്. മുളകിൻ്റെ അരി അകത്തുനിന്ന് എടുത്ത് ചെയ്യുക എന്ന് പറയുന്നത് അത് അരച്ചിതിനകത്ത് ചേർത്തേക്കാണ്. അതാണ് മുളകരി വേളൂരി ഈ കറിയുടെ പേര്. ഇത് ഉപ്പം നമുക്ക് നോക്കാം കറക്റ്റാണെന്ന്. നല്ല സൂപ്പറായിട്ടുണ്ട്, പാകത്തിനുള്ള ഉപ്പാണ്. പിന്നെ ഇനിയിപ്പോൾ ആ മാങ്ങയുടെ പുളിയൊക്കെ കൂടെ ഈ ഉപ്പുമായിട്ട് കൂടെ ചേർന്ന് കഴിയുമ്പോൾ അതൊരു പ്രത്യേകത. നമ്മൾ ചെറുപ്പത്തിലേക്ക് കണ്ടില്ലേ മാങ്ങ ഉപ്പിനകത്ത് മുക്കി തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് വരികയില്ല എന്ന് പറഞ്ഞാൽ ഉപ്പും പുളിയും തമ്മിലൊരു ഭയങ്കര കോമ്പിനേഷനുണ്ട്. അത് കൂടാൻ പാടില്ല ഒരു സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതുണ്ടോ നമ്മൾ വഴറ്റി വെച്ച താളിച്ച് വെച്ച സാധനം നമുക്ക് ഇതിലേക്ക് ഇടാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഇതുപോലുള്ള തവി വെച്ചിട്ട് നമ്മൾ ഫ്രൈ പാനിനകത്തിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് നല്ലത്. അപ്പോൾ ഇത് പോറത്തില്ല, അല്ല പിന്നീട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് അതുമൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ചെറിയ ചെറിയ ഒരു നമ്മൾ ഓർക്കത്തില്ല ചില സമയങ്ങളിൽ. ആരെയും കുറ്റം പറയുന്നതല്ല, മാക്സിമം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഗൈസ് താളിച്ച കടുകോ മുളകോ ഒന്നും ഞാനിട്ട് ഇളക്കുന്നില്ല. ഇത് അതിൻ്റെ മേലെ അങ്ങനെ തന്നെ ഇട്ടേക്കാണ്. എന്നിട്ട് ഞാൻ സാധനം ഇതാ ഈ അടപ്പുണ്ടാക്കി മൂടി വെച്ചു. ഇത് ചട്ടിയിൽ നമ്മൾ വെക്കുന്നത് കൊണ്ട് ടേസ്റ്റിന് വ്യത്യാസം 100% ഞാൻ എഗ്രി ചെയ്യുന്നു. നമ്മൾ ഒരു അലുമിനിയം പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിലോ മറ്റു പാത്രങ്ങളിൽ നമ്മൾ ഉണ്ടാക്കുന്നതിൽ ഇപ്പോൾ ഫ്രൈ പാൻ ആവട്ടെ അതിലേക്ക് ഉണ്ടാക്കുന്നതിലും വളരെ ടേസ്റ്റ് കൂടുതലാണ് ചട്ടിയിൽ. പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ചട്ടി ഉപയോഗിക്കുന്നില്ല. എല്ലാം ഫാസ്റ്റ് ഫുഡ് പെട്ടെന്ന് ഇതാകണം എന്നൊക്കെയുള്ള ചിന്താഗതി ആയതുകൊണ്ടാണ് ചട്ടിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിയാണ് പോകുന്നത്. പക്ഷേ ഈ ചട്ടിയിൽ ഉണ്ടാക്കുന്ന ഫുഡിന് എപ്പോഴും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. കാരണം ചട്ടി ഉണ്ടാക്കുന്നത് മണ്ണുകൊണ്ടാണ്. അപ്പോൾ അതൊരു പ്രത്യേക ഇതൊക്കെ ഞാൻ പറയുന്നത് ഇതെല്ലാം വീണ്ടും തിരിച്ചു വരണം എന്നാണ്. ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം JS യൂട്യൂബ് ചാനലിൻ്റെ ഷിബു കല്ലാർ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നിറയെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണണം. മീനാണ് കൂടുതലും ഞാനിപ്പം മുൻതൂക്കം മീൻ കറികൾ, മീൻ എങ്ങനെ വെക്കാം, പല പല വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണണം. ഇത് വേറൊന്നുമല്ല, മുളകരി വേളൂരി. ഹലോ ഗൈസ്, ഇപ്പം നമ്മളുടെ കറി കണ്ടില്ലേ, അടിപൊളിയായി കിടക്കാണ്. ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കാം. മുളകരി വേളൂരി ഇതിന് നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്നത് ചിലത് ഫിഷ് മോളി എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് തേങ്ങ അരച്ചുള്ള കറി എന്ന് പറഞ്ഞാൽ മതി. ഇപ്പം നമുക്ക് ശകലം എടുക്കാം. നല്ല മാങ്ങയുടെ പീസ്, മുളകരി വേളൂരി. നോക്ക്, അടിപൊളിയാണ്. കുറച്ച് ചാറിങ്ങനെ എടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റാണ് ഇനി നോക്കേണ്ടത്. എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടം. ഇത് കർപ്പൂര മാങ്ങ. അടിപൊളിയാണ്. ഇതുണ്ടല്ലേ ആ വറ്റൽമുളകൊക്കെ അങ്ങോട്ട് അല്ല ഇതൊക്കെ ഇറങ്ങിയിട്ട് എന്താ ടേസ്റ്റ് അറിയാം. ഇത് വലിയ മീനൊന്നും അല്ല. ഇത് അങ്ങനെ കടിച്ചു മുറിച്ച് തിന്നാം. പിന്നെ നല്ല മീനാണ് കേട്ടോ, അടിപൊളി മീനാണ്. ഇത് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ഈ കറി അപ്പത്തിൻ്റെ കൂടെ നന്നായിരിക്കും. നല്ല സൂപ്പറായിരിക്കും. നല്ല രസമുണ്ട്. ഇത് ഇങ്ങനെ നമ്മൾ പിച്ചി പറിച്ച് തിന്നേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ അലുവ പോലെ അലുത്ത് പോകും. അത്ര നല്ല കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ട്. എരിവ് കുറവാണ്. എല്ലാവർക്കും ധൈര്യമായിട്ട്, കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഞാൻ വെച്ച ഈ മീൻകറി ചപ്പാത്തിക്കും വളരെ അനുയോജ്യമാണ്. അതിന് ഉദാഹരണമാണിത്. ഇത് നിങ്ങൾക്ക് കണ്ടറിയാം, വളരെ നല്ല സാധനമാണ്. ചപ്പാത്തിക്ക് നല്ല കറിയാണ്. എന്താ ഇതിൻ്റെ കാന്താരിയൊക്കെ കിടക്കുന്നുണ്ട്. കാന്താരി, മാങ്ങ, വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ചപ്പാത്തിക്കും നമുക്ക് ഉപയോഗിക്കാം.
ഓക്കെ, അപ്പോൾ ഈ മീൻ എല്ലാവരും മേടിക്കണം, ഇത് ട്രൈ ചെയ്യണം. നന്ദി, നമസ്കാരം.